ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ 2019 ഓണപരീക്ഷാ ചോദ്യപേപ്പറാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യം നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇൻ ദി സ്പ്രിംഗ് വെൻ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Lucia May Alcott made up my bag of very mixed reading. അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ വുഡ് ബേർഡ്സ് ഫ്ലോക്ക് ഇൻ ടു ദി ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ. ആൽമരത്തിൻ്റെ ചില്ലകളിലേക്ക് പക്ഷികൾ കൂട്ടം കൂട്ടമായി വരുന്നത് എപ്പോഴാണ്? ഇൻ ദി സ്പ്രിംഗ് വെൻ ദി ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. അല്ലേ, സ്പ്രിംഗ് സീസണിലാണ് എല്ലാ പക്ഷികളും ബനിയൻ ട്രീയിലേക്ക് വരുന്നത്, കാരണം അവിടെ സ്മോൾ റെഡ് ഫിഗ്സ് ഉണ്ട്. എ വേർഡ് ഇൻ ദി പാസേജ് മീൻസ് നോയ്സി ക്വാറൽ. നോയ്സി ക്വാറൽ എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് ഏതാണ്? സ്ക്വാമ്പിൾ. വാട്ട് ഡിഡ് ദി ബോയ് ഡു വൈൽ സിറ്റിംഗ് ഓൺ ദി പ്ലാറ്റ്ഫോം ഓൺ ദി ബനിയൻ ട്രീ. ബനിയൻ ട്രീയിൽ ഇരുന്നു കൊണ്ട് ആ ബോയ് എന്താണ് ചെയ്യുന്നത്? ദ ബോയ് റീഡ് ബുക്സ്. ആ കുട്ടി ബുക്കുകൾ വായിക്കും. ഹൗ ഡിഡ് ബനിയൻ ട്രീ ബിക്കം ദി നോയ്സിയസ്റ്റ് പ്ലേസ്. എങ്ങനെയാണ് ബനിയൻ ട്രീ വളരെ ശബ്ദമുള്ളൊരു സ്ഥലമായിട്ട് മാറിയത്? ഫസ്റ്റ് പാരഗ്രാഫ് ഫുള്ളും അത് തന്നെയാണ് പറയുന്നത്. ഇൻ ദി സ്പ്രിംഗ് വെൻ ദി ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. സ്പ്രിംഗ് സീസണിലെ ബനിയൻ ട്രീ നിറയെ സ്മോൾ റെഡ് ഫിഗ്സ് ഉണ്ടാകുമ്പോൾ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. എല്ലാ തരത്തിലുള്ള പക്ഷികളും എവിടെ എത്തും? ആ മരത്തിൻ്റെ ചില്ലയിലെത്തും. ദി റെഡ് ബോട്ടം ബുൾബുൾ, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. അങ്ങനെ ആരൊക്കെ എത്തും? റോസി പാസ്റ്റേഴ്സ് എത്തും, പാരറ്റ്സ് എത്തും, ക്രോസ് എത്തും, ബുൾബുൾ എത്തും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എന്ത് മാറും? ബനിയൻ ട്രീ മാറും. നെയിം ദി ബുക്സ് ദാറ്റ് ഗിവ് ദി ബോയ് ദ മിക്സ്ഡ് റീഡിംഗ് എക്സ്പീരിയൻസ്. ബോയ് വായിക്കുന്ന ബുക്കുകൾ ഏതൊക്കെയാണ്? ട്രഷർ ഐലൻഡ്, ഹുക്കിൾബെറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബോറോസ് ആൻഡ് ലൂഷ്യ മേ അൽകോട്ട്. ഇത്രയുമാണ് നിങ്ങൾ ആൻസേഴ്സായിട്ട് എഴുതേണ്ടത്. ഇവിടെ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ പാരഗ്രാഫ് 1, 2 തവണ വായിച്ച് ആശയം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് ലൈൻസ് റിട്ടൺ ഏർലി എന്ന് പറയുന്ന പോയത്തിൽ ചില വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രൗ ഐ സ്റ്റേറ്റ് റിക്ലൈൻഡ് ഇൻ ദാറ്റ് സ്വീറ്റ് മോഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ് ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ and much it grieved my heart to think what man has made of man. Questions നോക്കാം. What does the poet mean by expression a 1000 blended notes? 1000 blended notes എന്ന് പറയുന്ന എക്സ്പ്രഷനിലൂടെ എന്താണ് പോയിറ്റ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? A wide variety of different sound. Why did the pleasant thoughts bring sad thoughts to the poet's mind? നല്ല തോട്ട്സൊക്കെ സാഡ് തോട്ട്സ് ആയിട്ട് പോയിറ്റിൻ്റെ മൈൻഡിൽ വരാൻ കാരണം എന്താണ്? He could not altogether forget the reality of the man's world and what man has made of man. Pick out an example of auditory image from the given lines. തന്നിരിക്കുന്ന ലൈൻസിൽ ഒരു ഓഡിറ്ററി ഇമേജ് ഉണ്ട്. അത് ഏതാണെന്ന് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. I heard a 1000 blended notes. ഇതാണ് ആ ഓഡിറ്ററി ഇമേജ് വരുന്ന ലൈൻ. Identify the lines that tell us nature is linked to the soul of human beings. പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ലൈൻസ് ഏതൊക്കെയാണ്? To her fair works did nature link the human soul that through me ran. ഈ 2 ലൈൻസ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്തതായിട്ട് നമുക്ക് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ഒരു അപ്രിസിയേഷനാണ് എഴുതാനായിട്ടുള്ളത്. അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം? ആദ്യം നമ്മൾ അപ്രിസിയേഷനിൽ ആ കവിതയുടെ പേരും ആ കവിത ആരാണ് എഴുതിയതെന്നും സൂചിപ്പിക്കണം. കൂടാതെ ആ കവിതയിലെ ആശയം നമ്മൾ വ്യക്തമാക്കി അപ്രിസിയേഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ കവിതയിലുണ്ടാകുന്ന പോയറ്റിക് ഡിവൈസ്, ഓഡിറ്ററി ഇമേജ്, വിഷ്വൽ ഇമേജ്, അതൊക്കെ നമുക്ക് പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമുക്ക് വിശദീകരിച്ച് കൊടുക്കാവുന്നതാണ്. അതിന് എക്സാമ്പിൾസും എഴുതാം. പിന്നെ വരുന്നതും വലിയൊരു പാരഗ്രാഫ് തന്ന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. കൂട്ടുകാർ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. Prepare a profile of William Wordsworth using the hints given below.
യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ് വെനെവർ നെസസറി. നമ്മളോട് തന്നിരിക്കുന്ന ഹിൻസൊക്കെ യൂസ് ചെയ്തിട്ട് വില്യം വേർഡ്സ് വിത്തിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ദ റിനോൺഡ് അല്ലെങ്കിൽ ദ ഫേമസ് റൈറ്റർ വില്യം വേർഡ്സ് വിത്ത്, ബോൺ ഓൺ April 7, 1770 in Cockermouth, England. He is the one in the iris of romantic revolution in poetry. His notable works are എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വർക്കുകളൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. പിന്നെ ഹിൻസിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊഫൈലിൽ കൂട്ടിച്ചേർത്ത് ലാസ്റ്റ് ഹി ഡൈഡ് ഓൺ അല്ലെങ്കിൽ ഹി പാസ്ഡ് എവേ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതി കൊടുക്കുക. അദ്ദേഹം എന്നാണോ അന്തരിച്ചത് ആ ഡേറ്റ് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എഴുതിയാലും മതി. ദി ബോയ് ഇൻ ദി സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഹാഡ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഡ്യൂറിങ് ഹിസ് വെക്കേഷൻ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന കഥയിലെ കുട്ടിക്ക് ആ കുട്ടിയുടെ വെക്കേഷനിൽ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹി നരേറ്റഡ് ദി ഇവൻറ്റ്സ് ടു ഹിസ് ഫ്രണ്ട്സ്. അവന് അതൊക്കെ അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. നമുക്കിപ്പോൾ എന്തെങ്കിലും നല്ല അനുഭവം ഉണ്ടെങ്കിൽ നമ്മളത് കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യില്ല. അതുപോലെ ഈ പോയും കൂട്ടുകാരോട് നടന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ഫൈറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പ്രിപ്പയർ ദി ലൈക്ലി നരേറ്റീവ്. ആ നരേറ്റീവ് ഇവിടെ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം ഇങ്ങനെ എഴുതാം. ഞാൻ വെക്കേഷനിൽ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ബനിയൻ ട്രീൻ്റെ മുകളിലൊക്കെ പോയി ഇരിക്കുമായിരുന്നു. ഒരു ദിവസം ബനിയൻ ട്രീൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് ഒരു കോബ്രയും മംഗൂസ് വരുന്നത് കണ്ടത്. 2 പേര് നല്ല ഫൈറ്റേഴ്സാണ്. മംഗൂസ് തൻ്റെ തന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കോബ്രയെ കീഴ്പ്പെടുത്തി അവസാനം മംഗൂസ് ആ ബാറ്റിൽ ജയിച്ചു. പിന്നെ വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതൊക്കെ എഴുതാം. The 18th question, Satyajit Ray made collaborate preparation for the shooting of a scene with Tiger in the film Goofy Gaine Baga Baine. In the light of reading the memoir Project Tiger, prepare a write-up on the difficulties faced by Ray in making of the film. അതായത് സത്യജിത്ത് റായ് ഒരു ടൈഗറിനെ വെച്ചിട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫിലിമിൻ്റെ പേരെന്താണ്? ഗൂഫി ഗെയിന് ബാഗ ബൈന്. നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെമ്മറി വായിച്ചപ്പോൾ, പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന മെമ്മറി വായിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട ഒരുപാട് ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഈ ഫിലിമിൻ്റെ മേക്കിങ്ങിന് അദ്ദേഹം നേരിട്ട ഡിഫിക്കൽട്ടീസ്, അതായത് പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം. സത്യജിത്ത് റായ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് വൈൽ ഷൂട്ടിംഗ് ദി ഫിലിം ഗൂഫി ഗെയിനെ ബാഗ ബൈനെ. ഗൂഫി ഗെയിനെ ബാഗ ബൈനെ എന്ന ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ സത്യജിത്ത് റായ് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദി ഷൂട്ടിംഗ് വാസ് ഇൻ എ സ്യൂട്ടബിൾ ബാംബു ഗ്രൗ ഇൻ നോട്ടൺ ഗ്രാമിലെ ഒരു ബാംബു ഗ്രൗവിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഒരു മുളക്കാവിൽ വെച്ചിട്ട്. എ ലോറി വിത്ത് 2 വെൽഫെഡ് ടൈഗേഴ്സ് വർ അറൈവഡ്. 2 വലിയ ടൈഗേഴ്സുമായിട്ട് ഒരു ലോറി വന്നു. The group placed the tripod facing the bamboo ground and the actors were arranged in such a way that they could be showed along with the tiger. ടൈഗറിനോടൊപ്പം ആക്ടേഴ്സിനെ കാണുന്ന രീതിയിലായിരുന്നു ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എ 5 foot അയൺ റോഡ് വാസ് ഫിക്സ്ഡ് ടു ദി ഗ്രൗണ്ട്. അതായത് നിലത്ത് ഒരു 5 അടി ഉയരത്തിലുള്ള ഒരു അയൺ റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എ ലോങ് വയർ അറ്റ് വൺ എൻഡ് ഓഫ് ദി കോളർ ഓഫ് ദി ടൈഗർ വാസ് ടൈഡ് ടു ഇറ്റ്. ഈ അയൺ റോഡിൽ നിന്നുള്ള ഒരു വയർ ടൈഗറിൻ്റെ കോളറിലും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. When the door opened, the tiger sprang out of its cage. കേജിൻ്റെ, അതായത് കൂടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ടൈഗർ പെട്ടെന്ന് അതിൽ നിന്നും പുറത്തു ചാടി. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് കാംലി ഇറ്റ് സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൗണ്ട് വിത്ത് ട്രെമൻഡസ് എന്തൂസിയാസം ആസ് ഇഫ് ഇൻ എ സർക്കസ്. നല്ല കാമായിട്ട് നടന്നു പോകേണ്ട സ്ഥാനത്ത് ഈ ടൈഗർ എന്താണ് ചെയ്യുന്നത്? സർക്കസിലുള്ള പോലെ ചാടി കളിക്കുകയാണ്. ആഫ്റ്റർ സം ടൈം വെൻ ദി ടൈഗർ ബിക്കെയിം കാം, കുറച്ച് കഴിഞ്ഞ് ടൈഗർ ശാന്തനായപ്പോൾ ദ റിമൈനിങ് ഷോട്ട്സ് വർ ടേക്കൺ. ബാക്കിയുണ്ടായിരുന്ന ഷോട്ട്സ് ഒക്കെ എടുത്തു. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഷോട്ട്സ് ഡിഡ്ന്റ് കം ഓൾ റൈറ്റ് ബിക്കോസ് ദി ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ക്യാമറയ്ക്ക് നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റാത്തത്, ക്യാമറ ശരിയല്ലാത്തത് കൊണ്ട് ആ സീൻസ് ഒന്നും കിട്ടിയില്ല. ദി സീൻസ് ഹാഡ് ടു ബി ഷോട്ട് അഗൈൻ. ഈ സീൻസൊക്കെ ഒന്നും കൂടി എടുക്കണം. Another bamboo grove in the village called Borel was found and a lorry with tiger arrived there. ഈ സീൻസൊക്കെ സത്യജിത്ത് റായ്ക്ക് ഒന്നുകൂടി എടുക്കണം. അതുകൊണ്ട് തന്നെ ബോറൽ എന്ന് പറയുന്ന ഒരു വില്ലേജിലെ ബാംബു ഗ്രവിൽ വെച്ചാണ് രണ്ടാമത് ഷൂട്ടിംഗ് നടന്നത്. അവിടേക്ക് ഒരു ടൈഗറുള്ള ലോറി വന്നു. എ ലോട്ട് ഓഫ് പീപ്പിൾ കെയിം ടു വാച്ച് ദി ഷൂട്ടിംഗ് ആൻഡ് ദി ക്രൗഡ് വാസ് നോട്ട് റെഡി ടു മൂവ് ഫ്രം ദിയർ പൊസിഷൻ. വില്ലേജിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നു. അവരാരും ആ പൊസിഷനിൽ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. When the door of the cage was opened, the tiger emerged with a loud roar and charged straight at the villagers. പെട്ടെന്ന് കേജ് ഓപ്പൺ ചെയ്തപ്പോൾ, കൂട് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ടൈഗർ ഈ വില്ലേജേഴ്സിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. ഓൾ ഡിസപ്പിയേഴ്സ് ഫ്രം ദി സീൻ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയി.
The shots were taken again when the tiger became normal again. ടൈഗർ നോർമൽ ആയപ്പോൾ ഈ ഷോട്ട്സ് ഒന്നും കൂടി എടുത്തു. 19th question. The boy was excited to see the thrilling fight between the snake and the mongoose. That night he wrote his feelings in his diary. Prepared the likely diary entry. ഈ ബോയ് മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് കണ്ടതിന് ശേഷം അന്ന് രാത്രി ഒരു ഡയറി എഴുതി. ആ ഡയറി എങ്ങനെയായിരിക്കും? കൂട്ടുകാരെ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഡയറി ഉണ്ടാവുക? ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് എഴുതണം. 25 July 2019 മൺഡേ. ടുഡേ വാസ് എൻ എക്സൈറ്റിംഗ് ഡേ. ആദ്യം നമ്മൾ അന്നത്തെ ദിവസത്തെക്കുറിച്ച് എഴുതണം. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ടുഡേ വാസ് എൻ എക്സൈറ്റിംഗ് ഡേ. ഹാപ്പൻ ടു വാച്ച് ദി ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. Both of them were good fighters, but at last mongoose won the fight. I was seated on the top of the banyan tree. When the fight was going on, the companions were unaware of my presence. There were two spectators, a jungle crow and a myna, ready to watch the fight. The crow was in trouble, but the myna was wise. After the fight, the myna dropped cautiously to the ground and peered to the bushes. When I told grandfather about the fight, he was happy because the mongoose had won. This was the first experience in my life to witness such a battle. I enjoyed it a lot. The news about robbery that happened in the homeopath's house appeared in a leading daily. Write the likely news report. ഹോമിയോപാത്തിൻ്റെ വീട്ടിൽ റോബറി നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു കവർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അടുത്ത ദിവസം പത്രത്തിൽ വന്നു. എങ്ങനെയായിരിക്കും പത്രത്തിൽ വന്നിട്ടുണ്ടാവുക? അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 21st question. The English club of your school invites the noted writer Ruskin Bot to inaugurate a 3-day literary festival in your school. Prepare a notice to invite the parents, teachers and students of the school to the function. 3 ദിവസത്തെ ലിറ്റററി ഫെസ്റ്റിവൽ ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് റസ്കിൻ ബോർഡ് നിങ്ങളുടെ സ്കൂളിൽ വരികയാണ്. ഇംഗ്ലീഷ് ക്ലബ്ബ് ഇതിനായിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാണ്. പാരൻസിനെയും ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ വെൽക്കം ചെയ്യുന്നതിനായിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാണ്. എങ്ങനെയായിരിക്കും ആ നോട്ടീസ് ഉണ്ടാവുക? നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. 22. The homeopath narrates his experience with the snake to one of his friends, who is a journalist in a leading newspaper. Prepare the likely conversation between the homeopath and the journalist. ഹോമിയോപാത്ത് സ്നേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വീണതും അദ്ദേഹം ശ്വാസം അനക്കി പിടിച്ചതും അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഫ്രണ്ട്സിനോടൊക്കെ നാരേറ്റ് ചെയ്തു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ജേർണലിസ്റ്റാണ്, ലീഡിങ് ന്യൂസ് പേപ്പറിലെ ജേർണലിസ്റ്റ്. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, ഹോമിയോപാത്തും ആ ജേർണലിസ്റ്റ് തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. 23. സത്യജിത് റേ അറേഞ്ച് എ പ്രസ് മീറ്റ് സൂൺ ആഫ്റ്റർ ദി ഷൂട്ടിംഗ് ഓഫ് ദി ഫിലിം ഗൂഫി ഗെയിനെ ബാഗാബേനെ. ഗൂഫി ഗെയിനെ ബാഗാബേനെ എന്ന ഫിലിമിന് ശേഷം സത്യജിത് റായ് ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. യു ആർ വൺ ഓഫ് ദി റിപ്പോർട്ടേഴ്സ് പ്രസൻറ്റ് ഓൺ ദി ഒക്കേഷൻ. ആ ഒരു ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ടർ നിങ്ങളാണ്. ആ പ്രസ് മീറ്റിലെ ഒരു റിപ്പോർട്ടർ നിങ്ങളാണ്. പ്രിപ്പയർ 6 questions ദാറ്റ് യു മേ ആസ്ക് റേ അബൌട്ട് ദി ഷൂട്ടിംഗ്. ഷൂട്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ സത്യജിത് റായിനോട് ചോദിക്കാനുള്ള 6 questions പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാം? എങ്ങനെയാണ് ഈ ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്തത്? എങ്ങനെയാണ് ഒരു കടുവയെ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്തത്? അതിനെന്തെല്ലാം ഡിഫിക്കൽട്ടീസാണ് ഉണ്ടായിരുന്നത്? താങ്കൾ ചെയ്ത മറ്റ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ അതിൽ നിന്നും വ്യത്യസ്തമാണ്. ടൈഗറിനെ വെച്ചിട്ടാണ് ഈ ഫിലിം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ നിങ്ങളൊരു റിപ്പോർട്ടർ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവറായിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയുണ്ടാക്കാം. ബേസ്ഡ് ഓൺ ദി റീഡിംഗ് ഓഫ് ദി സ്റ്റോറീസ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആൻഡ് സ്നേക്ക് ഇൻ ദി മിറർ, പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദി ടോപ്പിക് ദി നീഡ് ഓഫ് ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ ടു ബി ഡെലിവേർഡ് ഇൻ ദി സ്കൂൾ അസംബ്ലി. ഇവിടെ ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോപ്പിക് ദി നീഡ് ഓഫ് ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹോമിയോപാത്ത് ഇൻ ദി സ്റ്റോറി ദി സ്നേക്ക് ആൻഡ് ദി മിറർ ഈസ് എ മാൻ ഹു ഈസ് ഏബിൾ ടു ഫൈൻഡ് ഹ്യൂമർ ഇൻ എവറി ആസ്പെക്റ്റ് ഓഫ് ലൈഫ്. പ്രിപ്പയർ ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോമിയോപാത്ത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോയിൽ ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇനി ഈ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാരെ, നമ്മൾ കണ്ടു ഈ ഒരു ചോദ്യ പേപ്പറിൽ 4 ചോദ്യങ്ങളും പാരഗ്രാഫ് തന്ന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻസേഴ്സ് ആ പാരഗ്രാഫിൽ തന്നെയുണ്ട്. പാരഗ്രാഫ് ആണെങ്കിലും ഡയഗ്രാം ആണെങ്കിലും എന്താണ് അതിൽ കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുക. ഇനി നമുക്ക് 31ാമത്തെ ചോദ്യം നോക്കാം. Read the conversation between the boy and grandfather and answer the questions given below. Grandfather എന്താണ് പറയുന്നത്? Why do you look very excited? Boy എന്ന് പറഞ്ഞു, I saw a thrilling fight between a snake and a mongoose.
ഇനി ഇവിടെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. 32ാമത്തെ ചോദ്യത്തിൽ ഇവിടെ ഫ്രീസിൽ വേർബ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മളത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വിട്ടു പോയിട്ടുണ്ട്, അവിടെ ചേർത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി 33ാമത്തെ ചോദ്യം എന്താണ്? എഡിറ്റ് ദി ഫോളോയിങ് പാസേജ്, ദി ഇറർ ആർ ഗിവൺ ഇൻ ദി ബോൾഡ്. ഇവിടെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ ചില വേർഡ്സൊക്കെ ഇൻകറക്റ്റ് ആണ്, അത് നമ്മൾ കറക്റ്റ് ആക്കണം. 34ാമത്തെ ചോദ്യത്തിൽ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആര് തമ്മിലുള്ള കോൺവെർസേഷനാണ്? കോൺവെർസേഷൻ ബിറ്റ്വീൻ അലീസ് ഫാദർ ആൻഡ് മദർ. പിക്ക് ഔട്ട് ദി നൗൺ ഫ്രെയിംസ് ഇൻ ദി സബ്ജക്റ്റ് പൊസിഷൻ ഫ്രം ദി ഫോളോയിങ് സെൻറ്റൻസ്. താഴെ കൊടുത്ത സെൻറ്റൻസിൽ നിന്ന് നൗൺ ഫ്രെയിംസ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ 4 പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് അവിടെ എന്താണ് ചേർക്കേണ്ടത് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങളിത് പൂരിപ്പിക്കുക.